നിങ്ങളെ കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തപ്പോ എനിക്ക് മനസ്സിലാക്കിയത് നൂറയുടെ പേരൻസ് ഭയങ്കരമായിട്ട് ആദിലയുടെ പേരൻസിനോട് പുഷ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മാറണം. ഇപ്പൊ അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആദിലയുടെ പേരൻസ് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നോ? തോന്നിയിട്ടില്ല. അവനറിയാൻ നടക്കില്ലെന്ന്. ഈ സ്ട്രഗിൾ ചെയ്തതിന്റെ കൂട്ടത്തിൽ ഒരിക്കലും ആ മുറിവ് പോവത്തില്ല. അങ്ങനെ ഒരു മുറിവ് ഉണ്ടോ നിങ്ങളുടെ മനസ്സില്? ഇഷ്ടം പോലെ ഞങ്ങളെ റിലേഷൻഷിപ്പിന്റെ മാറ്ററിൽ വെച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. പാരന്റ്സ് തന്നിട്ടുണ്ട്. ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമായത്. ഞങ്ങള് അത്രയും അവരെ ട്രസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഒരു ചാൻസ് കൊടുത്തു. ഓക്കെ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് അസ്. ഇതാണ് ന്യൂ ജനറേഷൻ. ഇത്രയും സ്ട്രിക്റ്റ് ആണല്ലോ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ വീട്ടിൽ ഇത്രയും പൂട്ടിട്ട്, അപ്പൊ എങ്ങനെ ഒരു ഫസ്റ്റ് ഒരു മീഡിയ അപ്രോച്ചിലേക്ക് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? ഇപ്പൊ ചോദിക്കാൻ കറക്റ്റ് ടൈമാ, നീ പോ. ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് ആ ഒരു ടൈമില്. പിന്നെ ഫാദറിന്റെ അബ്യൂസ് ഉണ്ടായിട്ടുണ്ട്. എളാപ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ മോശമായിട്ട് വാ നിങ്ങൾക്ക് ഹോട്ടലിൽ പോവാ, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ ഭർത്താവായിട്ട് നിക്കാന്നുള്ള രീതിക്കൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സംഭവങ്ങളൊക്കെ ആയിരിക്കും എന്നെ അങ്ങനെ ഷേപ്പ് ചെയ്ത് എനിക്കത് പറയാനുള്ള ഒരു സ്ട്രെങ്ത് തന്നതും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. ഓരോ കാര്യങ്ങളും അടിയിൽ കമന്റ്സ് വരുമല്ലോ, നിങ്ങൾക്ക് ഇരുന്ന് ചിരിക്കാം, സ്വന്തം കുടുംബത്തിൽ വന്നാലാണ് അതിന്റെ അറിയുള്ളൂ. അങ്ങനെ കമന്റ്സ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? ഇതില് വരുന്നത് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വന്നത് ഞങ്ങൾക്കേ അറിയുള്ളൂ, അവർക്ക് എങ്ങനെ ഇരുന്ന് പറയാം.